റെട്രോ കാർത്തിക് സുബ്രാന്റെ ഡയറക്ഷനിൽ സൂര്യനെ വെച്ച് ചെയ്ത പടം അത് അനൗൺസ് ചെയ്ത അന്ന് മുതൽ ഇത് റിലീസ് ആവുന്നതിന് കുറച്ച് മുമ്പ് അറിയാം. അതായത് ഇപ്പോൾ കങ്കു ഇറങ്ങുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ഹൈപ്പ് നിന്നിരുന്ന ഒരു പടമായിരുന്നു ഈ ഒരു സൂര്യനെ വെച്ച് കാർത്തിക് സുബ്രാജ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഉണ്ടായിരിക്കും. കാരണം ആസ് എ ഡയറക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ പുള്ളി കിടലാണ്. അപ്പോൾ ഒരു കിടിലൊരു ആക്ടർ വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഉണ്ടായിരിക്കും ആ വർക്ക് എന്ന് അറിയാനായിട്ട് കുറേ ആൾക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി എന്താ തോന്നിയെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം. ഞാൻ കങ്കുവിനെ വെച്ച് ഏറ്റവും കമ്പയർ ചെയ്യുമ്പോൾ റെട്രോ കിടിലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് തന്നത്. പക്ഷേ ബേസിക്കലി റെട്രോൻ്റെ വലിയൊരു ഫെയിലിയറാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ടാണ്. കാരണം സെയിം തമിഴ് ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്ന സെയിം പ്ലോട്ട്. അതായത് ഒരു ഗ്യാങ്സ്റ്റർ ഉണ്ടായിരുന്നു, ഇയാൾ ഭയങ്കര കൊടൂരനായ ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. പിന്നെ ഇയാൾക്കൊരു പ്രണയം ഉണ്ടാവുന്നു, അയാൾ എല്ലാ ജോലിയും ഉപദേശിക്കുന്നു. പിന്നെ അതിനുശേഷം നല്ലൊരു ലൈഫിലേക്ക് പോകുമ്പോൾ ഇയാളെ പാസ്റ്റ് തന്നെ ഇയാളെ ഹണ്ട് ചെയ്ത് വരുന്ന രീതിക്കാണ്. ഏകദേശം സിമിലർ പ്ലോട്ടാണ് ലിയോ അങ്ങനെ കുറേ പടങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ അവർ അതേപോലെ എടുക്കാതെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ മെറ്റഫറിക്കലായിട്ട് കൃഷ്ണൻ എന്ന ആൾ നമ്മളുടെ ആ ഒരു ക്യാരക്ടറായിട്ട്, അതായത് മിതോളജിക്കലായിട്ടുള്ള കൃഷ്ണനെ ആ ഒരു ഇതായിട്ട് സൂര്യയുടെ ക്യാരക്ടറിനെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന നൈസായിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഒരു പ്ലോട്ട് വൈസ് നോക്കുകയാണെങ്കിൽ അത് തന്നെ ദുരന്തമായി പോയി. കാർത്തിക് സുബ്രാജ് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എന്തിനു ചെയ്തതെന്ന് ഞാൻ തോന്നിപ്പോയി. കാരണം പുള്ളിയുടെ ഇതുവരെ കരിയറിൽ പുള്ളി ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വീക്കസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിലാണ് എനിക്കിത് തോന്നിയത്. അങ്ങനെ അത്രയും ഒരു മോശം രീതിക്കുള്ള ഒരു സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ എന്നാൽ പോലും കാർത്തിക് സുബ്രാൻ്റെ ഒരു ഡയറക്ഷൻ സ്റ്റൈലുണ്ട്, അയാൾ സിനിമനെ കാണുന്ന ഒരു രീതി ഉണ്ട്, അത് ഓഡിയൻസിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. അത് കാരണമാണ് ആൾ ഇത്രയും നാൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഒരു ഡയറക്ഷൻ മെത്തേഡ് പുള്ളി എടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് റെട്രോയിലും കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ്, അതിൻ്റെ ആ ഒരു ലവ് റോഫർ വാർ എന്നുള്ള രീതിക്ക് അതാണ് അതിൻ്റെ ഒരു തീം എന്നുള്ള രീതിയിൽ ആ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഹാഫ് ഫുള്ള് അങ്ങനത്തെ ഒരു മെത്തേഡിൽ പുള്ളി കിഡിലിൻ വർക്ക് ചെയ്തിട്ട് ഒരു കിഡിൽ എക്സ്പീരിയൻസ് പോലെ തിയേറ്ററിലേക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്തത്. പ്രത്യേകിച്ച് അതിലെ ഡയറക്ഷൻ വൈസ് ആണെങ്കിലും അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്തു നല്ല കിഡിലിന് സംഭവം ഫസ്റ്റ് ഹാഫിനാൾ തന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ പുള്ളിയുടെ തന്നെ കുറേ പഴയ മീൻസ് നമ്മളെ ജിഗർദണ്ഡ ഡബിൾ എക്സ് അല്ലെങ്കിൽ ജഗമേതന്തിരം അങ്ങനത്തെ പോലത്തെ ഉള്ള പടങ്ങളിലെ പുള്ളി ക്ലൈമാക്സിലൊക്കെ വെച്ചിരിക്കുന്ന ഏകദേശം സിമിലർ സംഭവങ്ങൾ. പ്രത്യേകിച്ച് എനിക്ക് ക്ലൈമാക്സ് കണ്ടിട്ട് കറക്റ്റ് ജിഗർദണ്ഡ ഡബിൾ എക്സിൻ്റെ ഫീലാണ് തോന്നിയത്. സെയിം ഫോറസ്റ്റ്, അതിലും ഫോറസ്റ്റ് ഇതിലും ഫോറസ്റ്റ്, ഏകദേശം സിമിലർ സിറ്റുവേഷൻസ്, കഥ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ വന്ന പോലെ തോന്നി. അങ്ങനെ ഒരു സെക്കൻഡ് ഹാഫ് ഭയങ്കര വീക്കായി പോയി. പടം ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കൊള്ളാവുന്ന രീതി എടുത്തെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് ഫ്രം സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒരു വല്ലാത്ത വീക്കായിരുന്നു. പക്ഷേ ആളുടെ ആ പ്രസൻറ്റേഷൻ സ്റ്റൈൽ നൈസായിരുന്നെങ്കിൽ പോലും എന്തുകൊണ്ടോ ഒരു കാർത്തിക് സുബ്രാജ് പടം കാണുന്ന രീതിക്ക് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ ഈ നമ്മളുടെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കൽ അത് കിടലിനായിട്ട് പോയിരുന്നു. പ്രത്യേകിച്ച് ഒരു ട്രാക്ക് ഒഴിച്ച് ഇതിലൊരു ഭോജ്പൂരി മിക്സ് പോലെ എന്തോ ഒരു സാധനം വിട്ടിട്ടുണ്ട്. അത് നമ്മൾ സൗത്തിൽ ഓൾറെഡി അങ്ങനെ യൂസ് ചെയ്യാത്തൊരു മ്യൂസിക് ടൈപ്പാണ്. അത് നല്ലൊരു സീനിൽ അതൊക്കെ ഇട്ട് വെറുതെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയ സന്തോഷ് നാരായണൻ മ്യൂസിക് ഇതിൽ എല്ലാ ഭാഗത്തും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങൾ മൊത്തം നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാർത്തിക് സുബ്രാജിൻ്റെ ആ ഒരു പടങ്ങളിലെ ഫ്രെയിമുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ബയോലുമിനസൻസ് ഒക്കെ വരുന്ന രീതിയിലെ കടലിലെ ആ ഒരു സംഭവം, പിന്നെ അങ്ങനെ കുറേ കിടിലം ഫ്രെയിംസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഒരു മൊത്തത്തിലൊരു മൂവി കണ്ടിട്ട് ആക്ച്വലി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു നല്ലൊരു മൂവിയാണ്. പക്ഷേ ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇതുവരെ കാർത്തിക് സുബ്രാജിനെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വീക്കസ്റ്റ് വർക്കാണിത്. കാരണം ആൾ ഇതുവരെ ചെയ്ത പടങ്ങളിലെ ഏറ്റവും ഒരു എന്താ പറയുക താഴെ കിടക്കുന്ന രീതിക്കുള്ള പടമായിട്ടാണ് എനിക്കിത് റെട്രോ പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ സൂര്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൂര്യ എല്ലാ പടങ്ങളും ചെയ്യണ പോലെ ഇതിലും നല്ല എഫേർട്ട് എടുത്തിട്ട് ആളുടെ ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഭയങ്കര ഇമോഷണൽ വർക്കുള്ളൊരു ക്യാരക്ടറാണ്. അത് നല്ല ഭംഗിയായിട്ട് ആൾ ചെയ്തു. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബേസിക് പ്ലോട്ട് മോശമായിരുന്നു. പിന്നെ ഡയറക്ഷൻ ആണെങ്കിൽ പോലും കാർത്തിക് സുബ്രാൻ്റെ പ്രസൻറ്റേഷൻ എവിടേക്കോ ഒന്ന് പാളിപ്പോയ പോലെ ഉണ്ടായി. പിന്നെ ഒരു വലിയൊരു ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു 15 മിനിറ്റോളം വരുന്ന ഒരു സിംഗിൾ ഷോട്ട് സംഭവമുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് അറിയാം സിംഗിൾ ഷോട്ട് എന്ന് പറയുമ്പോൾ അത് ആ ഫ്രെയിമിൽ അത്ര ആൾക്കാരുണ്ട്, അവർ അത്രയും മിനിറ്റ് കണ്ടിന്യൂവേഷനോട് കൂടി തന്നെ നിന്ന് ഒരു ചെറിയ രീതിക്കുള്ള ഒരു നോട്ടം പോലും ക്യാമറയ്ക്ക് പോകാണ്ട് അങ്ങനത്തെ സ്ട്രിക്റ്റ് ആയിട്ട് എടുത്താൽ മാത്രമേ ആ ഒരു സിംഗിൾ ഷോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അതേപോലെ ആ 10-15 മിനിറ്റ്, കാരണം ഒരു പാട്ട് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ മിക്സ്ഡ് ഇമോഷൻസ് ആണ്, സന്തോഷം, സങ്കടം,
ഒരു ദേഷ്യം എല്ലാം കൂടി വരുന്ന രീതിക്ക് ഇതെല്ലാം പെർഫോം ചെയ്യാൻ വേണം. അവിടെയൊക്കെയാണ് സൂര്യയുടെ പെർഫോമൻസ് കണ്ട് നമ്മൾ ഒരു വല്ലാത്തതായി പോകുന്നത്. കാരണം കിഡിലനായിട്ട് പുള്ളി ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു ഭാഗങ്ങളൊക്കെ നൈസായി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സിംഗിൾ ഷോട്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം അത് കുറച്ച് നേരം അത് ഇവരെങ്ങനെ ഇത്രയും വലിയ ലെങ്ത്തിലെടുത്തു എന്ന് ഞാൻ ആലോചിച്ചു. കാരണം ഓൾറെഡി ഒരു പാട്ട് നടക്കുന്നുണ്ട്, അതിന് ഡാൻസ് കളിക്കണം, അതിൻ്റെ ഇടയിൽ കൂടി വേറെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ ജസ്റ്റ് വെറുതെ ഡയലോഗ് പറഞ്ഞാൽ പോരാ, വെറുതെ പേരിന് ഡയലോഗ് പറഞ്ഞാൽ പോരാ, ആ എക്സ്പ്രഷൻസ് കിട്ടണം, ആ ഫീലിങ്സ് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. പെട്ടെന്ന് തന്നെ ഇവർ ഈ സിറ്റുവേഷൻ ചേഞ്ചസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നില്ല. അത് ഒരാളല്ല, സൂര്യ മാത്രമല്ല, ആ ഒരു കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഇത് നടത്തുന്നുണ്ട്. ജോജോ ആണെങ്കിലും പൂജയാണെങ്കിലും അങ്ങനെ ഗംഭീര ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇത്രയും ലെങ്ത്തിൽ വേറെ സിംഗിൾ ഷോട്ട് പടങ്ങൾ അങ്ങനെ സൗത്തിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ആ ഒരു സിംഗിൾ ഷോട്ട് നൈസായിരുന്നു. പേഴ്സണലി എനിക്ക് ഈ ഒരു മൂവിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ഒരു സിംഗിൾ ഷോട്ട്. അത് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു എന്താ പറയുക, നല്ലൊരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നൈസായിരുന്നു. പക്ഷേ നമ്മളെ കാർത്തിക് സുബ്രാൻ്റെ കയ്യിൽ നിന്ന് ചെറുതായൊന്ന് പാളിപ്പോയിട്ടുണ്ട് പടം. എനിക്ക് ഈ ഒരു റെട്രോ വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നില്ല. കാരണം പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇതൊരു കട്ട ഗ്യാങ്സ്റ്റർ പടം എന്നല്ല, ഇതൊരു ലവ് സ്റ്റോറി പോലത്തെ ഒരു ഗ്യാങ്സ്റ്റർ പടമാണ്. അതേപോലെ തന്നെയാണ്, അത് പ്രതീക്ഷിച്ച് പോവുക. അങ്ങനെ എനിക്ക് പിന്നെയും വലിയൊരു നിരാശ ഒന്നും ഉണ്ടാവില്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചു പോയത്. പക്ഷെ എന്നിട്ട് പോലും ഒട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഒരു വാവ് ഫാക്ടർ ഒന്നും ഈ ഒരു പടത്തിന് പറയാനില്ല. സൂര്യയുടെ വലിയൊരു സംഭവം വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഒരു ഓക്കേഷ് മൂവിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ജസ്റ്റ് കാണാം. ഇത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. തിയേറ്ററിൽ കാണാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. കാരണം നല്ല അത്യാവശ്യം നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് തിയേറ്ററിൽ കാണാനായിട്ടുള്ള. പക്ഷെ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു നല്ലൊരു മൂവി എന്നുള്ള രീതിക്ക് സാറ്റിസ്ഫൈഡ് എനിക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് കാർത്തിക് സുബ്രായൻ്റെ പടങ്ങളിലൊക്കെ ഇങ്ങനെ വീക്കസ്റ്റ് വർക്കൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ റെട്രോ ഇതാണ് എനിക്ക് റെട്രോണായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് എന്താ റെട്രോണായിട്ട് തോന്നിയത്? ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.